Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. പൊറോട്ടയുടെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സൈഡ് ഡിഷാണ് ബട്ടർ ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ. എനിക്കും എൻ്റെ മക്കൾക്കും, അതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 പഴുത്ത തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്, എന്നാലേ നമ്മുടെ ബട്ടർ ചിക്കന് നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നന്നായിട്ട് പഴുത്ത തക്കാളി വെള്ളത്തിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ വിട്ട് വരും. അതിനുശേഷം നമുക്കത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ തൊലി പതുക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി എടുക്കുക. പറ്റുമെങ്കിൽ അതിൻ്റെ കുരുകൂടൊന്ന് അരിച്ചു മാറ്റുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, അതാകുമ്പോൾ നല്ല കളറുണ്ടാവും. ബട്ടർ ചിക്കന് വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ട. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാൻ 2.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഒരു പകുതി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അത് ഓപ്ഷണലാണ്. തൈര് ചേർത്തേക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ടാവും. ഈ നാരങ്ങ നീരും കൂടെ ചേർക്കുമ്പോൾ ചിക്കൻ ഒത്തിരി മയം നല്ല സോഫ്റ്റായി വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2ഉം ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കൻ മീഡിയം സൈസ് പീസാക്കിയതാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. ഇത് നന്നായിട്ട് നമുക്ക് ആ മസാലയായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം നന്നായിട്ട് എല്ലാ പീസിലും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോഴേക്കും അതെല്ലാം പീസിൽ നന്നായിട്ട് പിടിച്ച് ചിക്കൻ പീസെല്ലാം നല്ല സോഫ്റ്റായി കിട്ടും. വറുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായി കിട്ടും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബട്ടറിനകത്തും വറുക്കാവുന്നതാണ്. ബട്ടറിൽ വറുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാൻ ഒത്തിരി ബട്ടർ യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ പീസ് എല്ലാം നിരത്തി വെച്ച് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. ആദ്യം മൂടി വെച്ച് വേവിക്കുമ്പോഴേക്കും എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നത്. അല്ലാതെ നമ്മൾ നേരെ തുറന്ന് വെച്ച് ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആദ്യം ഒന്ന് മൂടി വെച്ചാൽ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ വരും. അത് നമുക്കിനി തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വെള്ളം വറ്റി കിട്ടും. അത് കഴിഞ്ഞാൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. വേറെ ഓയിൽ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതാ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചിക്കൻ വറുത്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. ഈ ബട്ടറിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. അതല്ല ബട്ടർ കൂടുതൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഇട്ടാണ് നമ്മൾ സവാളയൊക്കെ വഴറ്റുന്നത്. അപ്പോൾ ഇത് പോരാതെ വരും. ആദ്യം കുറച്ച് ഇതുപോലെ ബട്ടർ ഇട്ടിട്ട് പോരെന്നുണ്ടെങ്കിൽ പതുക്കെ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മസാല ചേർക്കുകയാണ്. അത് 2 കറുവാപ്പട്ട, 2 ഏലക്ക, ഒരു 5 ഗ്രാമ്പു, 2 തക്കോലം. ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ആ മസാല കൂട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്.
ഇതിനകത്തേക്ക് ഒരു 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. ഇത് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതൊന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ അരച്ചാണ് എടുക്കുന്നത്. എനിക്കിത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ പോരെന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വഴറ്റുമ്പോൾ പോരാൻ തോന്നുകയാണെങ്കിൽ ബട്ടറോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. സവാള നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചിക്കൻ വറുക്കുമ്പോഴും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും 2.5 ടീസ്പൂൺ മുളക് പൊടി. അത് തീരെ എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉപയോഗിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടീസ്പൂൺ മതിയാവും. ഇതിപ്പോൾ കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളറ് കിട്ടും. ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നല്ല കളറ് കിട്ടും. നന്നായിട്ട് ആ സവോളയിൽ പൊടികളെല്ലാം നന്നായിട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരിയൊക്കെ ചേർക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അത് നല്ലൊരു കളറ് കിട്ടും. അതുപോലെ തന്നെ ഒരു ചെറിയ മധുരമൊക്കെ തോന്നും. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് കുറച്ച് കെച്ചപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിനകത്തേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു 50 ഗ്രാം കാഷ്യൂ നട്ട്സ് ഒരു 10-15 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ കാഷ്യൂ നട്ട് പേസ്റ്റും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് വരാനായിട്ട് ഇത് സഹായിക്കും. ഇനി ഇതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കുറുകി തിക്കായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം എന്തായാലും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ അതെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമെല്ലാം വറ്റി തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നേരത്ത് ഫ്രഷ് ക്രീം ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരി ചേർക്കേണ്ട കാര്യമില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഗ്രേവിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഗ്രേവി എല്ലാം ആ പീസിലേക്കും കൂടെ ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചു. ഇപ്പം ചിക്കൻ പീസിലെല്ലാം ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. നന്നായിട്ട് തിക്കായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത്, നമുക്ക് ബട്ടർ ചിക്കൻ ഒട്ടും ഒഴിവാക്കാനാവാത്ത ഒരു സാധനമാണ് കസൂരി മേത്തി. നമുക്ക് മാർജിൻ ഫ്രീ ഷോപ്പുകളിലൊക്കെ കിട്ടാറുണ്ട്. അത് മേടിച്ച് ഇപ്പോൾ ഒരു ചെറിയ പിടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കയ്യിലിട്ടൊന്ന് തിരുമ്മി ഇതുപോലെ അതിൻ്റെ പുറമെ വിതറി കൊടുക്കുക.
കസൂരി മെത്തിയാണ് ബട്ടർ ചിക്കൻ ആ ഒരു ഫ്ലേവർ തരുന്നത്. അത് ഒഴിവാക്കിയാൽ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് കസൂരി മെത്തി മസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കണം. ഇനി ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടറിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ വറുത്ത് ഇതിനകത്തേക്ക് ഇടാൻ പോവാണ്. ബട്ടർ ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഇത് വേണമെന്നുള്ളവർ ചെയ്താൽ മതി. കാഷ്യൂ നട്ടും കിസ്മിസും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാഷ്യൂ നട്ടും കിസ്മിസും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നമ്മുടെ ഈ ബട്ടർ ചിക്കന് മേലിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ കിസ്മിസും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാനിങ്ങനെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്താണ് ഞാൻ എടുക്കാറുള്ളത്. ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് മേളിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും കിസ്മിസും ഇടാത്തവർ ഈ സമയത്ത് കുറച്ച് ബട്ടർ ഇതിൻ്റെ മേളിൽ തൂവി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇഷ്ടമായെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.